ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. നമ്മൾ ഓരോ ചാപ്റ്ററിലുമുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് നമ്മൾ ആൽഡിഹൈഡ്, അതേപോലെ ബയോമോളിക്യൂൾസ്, അതേപോലെ അമൈൻസ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും മക്കളെ നിങ്ങൾ പഠിച്ചിരിക്കുക. അത് പഠിക്കാതെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാര്യമായി ഒന്നും പഠിക്കാത്ത ആളുകളാണെങ്കിലും ആ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, കാരണം അത്രയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. വേറെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. സർ ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, അങ്ങനെയൊന്നും പറയണ്ട. എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക, അത് ആവർത്തിച്ച് എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക. അത് സെറ്റായി കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ ലൈവുകളിലൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അതും കൂടെ മനസ്സിലാക്കി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എക്സാം ഹാളിലേക്ക് പോവാം. ഓക്കെ, റെഡി അല്ലടാ? നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈത്തേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നോക്കാം നമുക്ക്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ്, അതായത് ആൽക്കഹോളിൻ്റെ ബോയിലിംഗ് പോയിന്റ് ബാക്കിയുള്ള ഹൈഡ്രോ കാർബണിനേക്കാളും ഹലോ ആൽക്കൈനിനേക്കാളും ഈത്തറിനേക്കാളും ഒക്കെ കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ്? റീസൺ നിങ്ങൾക്ക് അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൽക്കഹോൾസിൽ എന്തുണ്ട്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ആൽക്കഹോളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ടാണ് അവരുടെ ബോയിലിംഗ് പോയിന്റ് മറ്റുള്ളവരിൽ നിന്ന് എന്താവുന്നത്, കൂടുതലാവുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. ആ ഒരൊറ്റ പോയിന്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് എഴുതിയാൽ ആ ഒരു മാർക്ക് കിട്ടും. മക്കളെ, രണ്ടാമത്തത് ബോയിലിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ആണ്, അഥവാ നമ്പർ ഓഫ് കാർബൺ ആണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുമ്പോൾ അഥവാ സൈസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. എന്നാൽ സൈസൊക്കെ സെയിമാ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണമൊക്കെ സെയിമാ എങ്കിൽ നമ്മൾ നോക്കേണ്ടത് ബ്രാഞ്ചിങ്ങാ. ബോയിലിംഗ് പോയിന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രാഞ്ചിങ്. മക്കളെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രാഞ്ചിങ്. ഇതാണ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടത്, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആ രണ്ട് പോയിന്റ് അറിയാമെങ്കിൽ ഇതിലാർക്കാ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 4 കാർബൺ 1 OH, ഇവിടെയും 4 കാർബൺ 1 OH, ഇവിടെയും 4 കാർബൺ 1 OH. പക്ഷേ ഇതിൽ ബ്രാഞ്ച് ഇല്ല. ഇതിലേക്ക് വരുമ്പോൾ OH ഒരു ബ്രാഞ്ച് പോലെയാണ് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ OHും അതേപോലെ CH3യും ബ്രാഞ്ചാണ് അല്ലേ. അപ്പോൾ ബ്രാഞ്ച് തീരെയില്ലാത്ത എക്കാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്, പിന്നെ സിക്കാണ്, പിന്നെ ആർക്കാണ്? ബിക്കാണ്. ഇതാണ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത്. അപ്പം അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്? അതായത് സൈസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും, ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. വലിയ ഭീകരമായ കോൺസെപ്റ്റ് ഒന്നല്ല, സിമ്പിൾ കോൺസെപ്റ്റാണ്, അത് അറിഞ്ഞിരിക്കുക. അടുത്തത് കെമിക്കൽ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾസ്. മക്കളെ, ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മക്കൾക്ക് അത് അറിയുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേര് ലൂക്കാസ് ടെസ്റ്റ് എന്നാണ്. എന്താണ് ആ ടെസ്റ്റിൻ്റെ പേര്? ലൂക്കാസ് ടെസ്റ്റ്. മക്കളെ, ലൂക്കാസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ലൂക്കാസ് റിയേജന്റ് ആവശ്യമാണ്. 1 മാർക്കിന് ചോദിക്കാറുണ്ട്, എന്താണ് ലൂക്കാസ് റിയേജന്റ്? ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ അത് കോൺസെൻട്രേറ്റഡ് HCl-ഉം അതേപോലെ അൺഹൈഡ്രസ് ആയിട്ടുള്ള സിങ്ക് ക്ലോറൈഡുമാണ്. കോൺസെൻട്രേറ്റഡ് HCl-ൻ്റെയും
അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെയും മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലുക്കാസ് റിയേജൻറ്റ്. ആ ലുക്കാസ് റിയേജൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രൈമറി, സെക്കൻഡറി, തെർഷറി ആൽക്കഹോൾസിനെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ആ ടെസ്റ്റിൻ്റെ പേരാണ് ലുക്കാസ് ടെസ്റ്റ്. അപ്പോൾ മക്കളെ, വളരെ ക്ലിയറായിട്ട്, വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. വളരെ കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ലുക്കാസ് റിയേജൻറ്റ്, കോൺസെൻട്രേറ്റഡ് HCl, അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. ഓക്കെ, ഇതുപയോഗിച്ച് എങ്ങനെയാടാ നമ്മൾ ടെസ്റ്റ് നടത്തുക? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ബേസിക്കായി പറഞ്ഞാൽ, നിങ്ങളെടുത്തിരിക്കുന്ന ആൽക്കഹോള് തെർഷറി ആൽക്കഹോളാണ് എന്ന് വിചാരിക്കുക. ആ തെർഷറി ആൽക്കഹോളിലേക്ക് മക്കളെ നിങ്ങൾ ലുക്കാസ് റിയേജൻറ്റ് ആഡ് ചെയ്താൽ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ടർബിഡിറ്റി കിട്ടും. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ആൽക്കഹോളിലേക്ക് ലുക്കാസ് റിയേജൻറ്റ് ആഡ് ചെയ്യുന്ന ആ മൊമെൻറ്റിൽ തന്നെ അവിടെ ടർബിഡിറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൽക്കഹോള് തെർഷറി ആൽക്കഹോളാണെന്ന് പറയാം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ആൽക്കഹോള് സെക്കൻഡറി ആൽക്കഹോളാണ് എന്ന് വിചാരിക്കുക. ആ സെക്കൻഡറി ആൽക്കഹോളിലേക്കാണ് നിങ്ങൾ ലുക്കാസ് റിയേജൻറ്റ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ടർബിഡിറ്റി കിട്ടും. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെയോ അവിടെ കിട്ടുന്നത് ടർബിഡിറ്റി വിത്തിൻ 5 മിനിറ്റ്സ് ആണ്. ഒരു 5 മിനിറ്റ് സമയമൊക്കെ എടുക്കും. 3-4-5 മിനിറ്റിനുള്ളിലാണ് ടർബിഡിറ്റി ഉണ്ടാവുന്നതെങ്കിൽ അത് സെക്കൻഡറി ആൽക്കഹോളാണ്. ഇനി മക്കളെ, പ്രൈമറി ആൽക്കഹോളിനെ ലുക്കാസ് റിയേജൻറ്റുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താൽ, പ്രൈമറി ആൽക്കഹോളിനെ ലുക്കാസ് റിയേജൻറ്റുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ, നിങ്ങൾ ടെമ്പറേച്ചർ ഒന്നും കൂട്ടുന്നില്ല, നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ അവിടെ റിയാക്ഷൻ തന്നെ നടക്കില്ല, നോ റിയാക്ഷൻ ആണ്. ഇങ്ങനെയാ മക്കളെ നമ്മൾ ലുക്കാസ് ടെസ്റ്റ് നടത്തുക. ഇങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, തെർഷറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക. ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ തെർഷറി ആൽക്കഹോൾ, വിത്തിൻ 5 മിനിറ്റ്സ് ആ ടർബിഡിറ്റി എങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ. അവിടെ ടർബിഡിറ്റി ഉണ്ടാവുന്നില്ല, റിയാക്ഷനെ നടക്കുന്നില്ലെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ. ഓക്കെ, ഇത് നല്ല കൃത്യമായിട്ട് പഠിക്കണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാ. സിമ്പിൾ അല്ലടാ? അടുത്തത്, ഗിവ് റീസൺ ഫോർ സോലബിലിറ്റി ഓഫ് ആൽക്കഹോൾ ഇൻ വാട്ടർ. ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടും വാട്ടറിൽ ഡിസോൾവ് ചെയ്യണമെങ്കിൽ അയാൾ വാട്ടറുമായിട്ട് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കണം. അത് ആൽക്കഹോൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആൽക്കഹോൾസ് വാട്ടറിൽ എന്താവുന്നത്? സോലുബിൾ ആവുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്, ഐഡന്റിഫൈ ദ പ്രോഡക്ട്സ് P and Q in the following reaction. മക്കളെ, ഫിനോളിനെ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ്. ഓക്കെ, പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ ഫിനോൾ ഇസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്. ഇത് രണ്ടും സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഫിനോളിനെ നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുന്നത്, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബ്രോമിനേഷൻ നടത്തുക ഇൻ കാർബൺ ഡൈസൾഫൈഡ്, ഇൻ എന്താ പറയുക, ബ്രോമിൻ വാട്ടർ. സ്ഥിരം ക്വസ്റ്റ്യനാണ്. രണ്ടും ഒന്ന് പറഞ്ഞു പോവാം. നോക്കടാ, ഇവിടെ ഇപ്പം ചോദിച്ചത് നൈട്രേഷനാണ്. അപ്പം നമുക്ക് ഫീനോൾ എടുക്കാം. നോക്കണേ മക്കളെ, ഫീനോൾ എടുത്തു. ഈ ഫിനോളിനെ നിങ്ങൾക്ക് 2 രൂപത്തിൽ നൈട്രേഷൻ നടത്താം. ഒന്ന്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ച്, 2 ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിച്ച്. മക്കളെ, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 2 പ്രോഡക്റ്റാണ് കിട്ടുക. അതിന് റിയാക്റ്റൻ്റ് 2 തവണ എഴുതി വെക്കണം എന്ന് മക്കൾക്കറിയാം. ഓക്കെ, ഏതാ പ്രോഡക്റ്റ്? ഓർത്തോ പൊസിഷനിലേക്ക് നൈട്രോ ഗ്രൂപ്പ് വരും, പാരാ പൊസിഷനിലേക്ക് നൈട്രോ ഗ്രൂപ്പ് വരും. ഓർത്തോ നൈട്രോഫിനോള്, പാരാ നൈട്രോഫിനോള്. ഇനി മക്കളെ, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2,4,6 ട്രൈനൈട്രോഫിനോൾ അഥവാ പിക്രിക് ആസിഡ് ആണ് കിട്ടുക. മക്കളെ, പിക്രിക് ആസിഡാണ് കിട്ടുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇതേപോലെ തന്നെയാണ് ബ്രോമിനേഷൻ.
നമ്മൾ എന്താണ് മക്കളെ ചെയ്യുന്നത്? നമ്മൾ ഫിനോളിനെ ബ്രോമിനേഷൻ നടത്തുക. ബ്രോമിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്രോമിൻ ആഡ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്? അവിടെ വാട്ടർ മീഡിയം അഥവാ ബ്രോമിൻ വാട്ടറാണ്, അല്ലെങ്കിൽ കാർബൺ ഡൈസൾഫൈഡാ. മക്കളെ കാർബൺ ഡൈസൾഫൈഡ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? അവിടെ പറഞ്ഞ പോലെ 2 പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഏതാണ് 2 പ്രോഡക്റ്റ്? ഒന്ന് ഓർത്തോബ്രോമോഫിനോൾ, 2 പാരാബ്രോമോഫിനോൾ. ഇനി മക്കളെ ബ്രോമിൻ വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ കിട്ടിയ പോലെ 2,4,6 ട്രൈബ്രോമോഫിനോൾ ആണ് കിട്ടുക. ഇത് രണ്ടും മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ തന്നെ പ്രൊഡക്റ്റ് എഴുതരുത്. കോൺസെൻട്രേറ്റഡ് ആണോ ഡൈല്യൂട്ട് ആണോ നോക്കിയിട്ട് പ്രോഡക്റ്റ് എഴുതണം. ഇവിടെ ബ്രോമിൻ കാണുമ്പോൾ തന്നെ പ്രൊഡക്റ്റ് എഴുതരുത്. മീഡിയം വാട്ടർ ആണോ അഥവാ ബ്രോമിൻ വാട്ടർ ആണോ അല്ലെങ്കിൽ നോൺ പോളാർ സോൾവെൻസ് ആയിട്ടുള്ള കാർബൺ ഡൈസൾഫൈഡ് പോലെയുള്ള ആളുകളാണോ എന്ന് നോക്കിയിട്ട് വേണം പ്രോഡക്റ്റ് എഴുതാൻ. എന്നാലാണ് നമുക്ക് കറക്റ്റ് മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. അത് എഴുതി പഠിക്കണം. റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്, പഠിക്കാതെ പോകരുത്. അടുത്തത് മാനുഫാക്ചർ ഓഫ് എത്തനോൾ ഫ്രം മൊളാസസ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ് മക്കളെ. 2 മാർക്കിൻ്റെ ചോദ്യം വന്നാൽ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് 2 സ്റ്റെപ്പ് റിയാക്ഷനാണ് എഴുതേണ്ടത്. ഏത്? മൊളാസസ് എന്ന് പറഞ്ഞാൽ സുക്രോസിൻ്റെ ബാക്കിയാണ്, നിങ്ങൾക്കറിയാം. സുക്രോസ് എന്ന് പറഞ്ഞാൽ C12H22O11 ആണ്. ഇതാണ് നമ്മുടെ സുക്രോസ്. മക്കളെ ഈ സുക്രോസിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുക അഥവാ ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക. അങ്ങനെ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ C6H12O6 പ്ലസ് C6H12O6 അവിടെ ഉണ്ടാവും. ഇയാളെ പേരെന്താ? ഇയാളെ പേര് ഗ്ലൂക്കോസ്. മക്കളെ ഇയാളെ പേരെന്താ? ഇയാളെ പേര് ഫ്രക്ടോസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത്. മക്കളെ ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ അവിടെ ഒരു എൻസൈം ഉണ്ട്. അതാരാ? അത് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഇനിയോടാ അവിടെ ഉണ്ടായ ഗ്ലൂക്കോസിലെ C6H12O6 ആ ഗ്ലൂക്കോസിനെ എത്തനോളാക്കി മാറ്റുന്നുണ്ട്. C2H5OH പ്ലസ് 2CO2. ഇതാരാ? ഇത് എത്തനോളാണ് മക്കളെ. ഇതാരാ? ഇത് സൈമേസ്. ആരാ മക്കളെ? ഇത് സൈമേസ്. അതായത് സുക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യാൻ ഇൻവെർട്ടേസ് വേണം. ആ ഗ്ലൂക്കോസിനെ എത്തനോൾ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യാൻ സൈമേസ് എന്ന് പറയുന്ന എൻസൈമും വേണം. ഓക്കെ, ഇതാണ് നമ്മുടെ എത്തനോൾ. റെഡി? ഈ 2 സ്റ്റെപ്പ് റിയാക്ഷൻ ഉണ്ടെങ്കിൽ ആ 2 മാർക്ക് കിട്ടും. ഇനി ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എത്തനോൾ ഇല്ലേ, ആ എത്തനോൾ ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ്. എത്തനോൾ ഡ്രിങ്കിങ്ങിന് ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ്. അപ്പോൾ ആ ആൽക്കഹോളിനെ ഡ്രിങ്കിങ് പർപ്പസിന് അൺഫിറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഡീനാച്ചുറേഷൻ എന്ന് പറയുക. അതെങ്ങനെയാണ് അൺഫിറ്റ് ആക്കി മാറ്റുക? ഒന്നെങ്കിൽ പിരിഡിൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മെത്തനോൾ ആഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമ്മൾ എത്തനോളിനെ ഡ്രിങ്കിങ് പർപ്പസിന് അൺഫിറ്റ് ആക്കുക, ഡ്രിങ്ക് ചെയ്യാൻ പറ്റാതെയാക്കി മാറ്റുക. ഈ പ്രോസസ്സിനെയാണ് ഡീനാച്ചുറേഷൻ ഓഫ് എത്തനോൾ, ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായി പഠിക്കേണ്ട കാര്യമാണ്. അടുത്തത് എക്സ്പ്ലെയിൻ റീമർ-ടീമാൻ റിയാക്ഷൻ. മക്കളെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്? റീമർ-ടീമാൻ റിയാക്ഷൻ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. എന്താ റീമർ-ടീമാൻ റിയാക്ഷൻ? ആദ്യം തന്നെ ഫിനോൾ എടുക്കുക. പല രൂപത്തിൽ റീമർ-ടീമാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഫിനോൾ എടുക്കുക. ആ ഫിനോളിനെ ക്ലോറോഫോം അതേപോലെ NaOHുമായിട്ട് 340 കെൽവിനിൽ ട്രീറ്റ് ചെയ്യുക. മക്കളെ അങ്ങനെ ട്രീറ്റ് ചെയ്താൽ സാലിസിലാൽഡിഹൈഡിൻ്റെ സോഡിയം സാൾട്ട് കിട്ടും. എങ്ങനെയാ? സാലിസിലാൽഡിഹൈഡിൻ്റെ സോഡിയം സാൾട്ട്. അതിനെ മക്കളെ നമ്മൾ ആസിഡിഫൈ ചെയ്യുക. ഏതെങ്കിലും ഒരു ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ NaCl പുറത്തേക്ക് പോവും, H ഓക്സിജൻ്റെ അടുത്തേക്ക് വരും. അപ്പം എന്താടാ മക്കളെ സംഭവിക്കുക? OH ഇവിടെ എന്താ? CHO. ഇത്
സാലിസിലാൽഡിഹൈഡ് ആണ്. സാലിസിലാൽഡിഹൈഡ് അഥവാ 2-ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. 2-ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് അതിനെയാണ് സാലിസിലാൽഡിഹൈഡ് എന്ന് പറയുക. എന്താണ് മക്കളെ? സാലിസിലാൽഡിഹൈഡ് എന്ന് പറയുക. ഈ സാലിസിലാൽഡിഹൈഡ് ഉണ്ടാവുന്ന ഈ റിയാക്ഷനെയാണ് റീമർ-ടീമാൻ റിയാക്ഷൻ എന്ന് പറയുക. അത് പഠിക്കേണ്ടതുണ്ട്. റൈറ്റ് ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് വെൻ ഫിനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ക്രോമിക് ആസിഡ്. മക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് ഫിനോള്. ആ ഫിനോളിനെ ക്രോമിക് ആസിഡ് ആഡ് ചെയ്ത് ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്നറിയോ മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോഡക്റ്റിൻ്റെ പേര് ബെൻസോക്യൂനോൺ എന്നാണ്. ബെൻസോക്യൂനോൺ. എന്താ മക്കളെ പേര്? അയാളെ പേരെന്താ? അയാളെ പേര് ബെൻസോക്യൂനോൺ എന്നാണ്. ബെൻസോക്യൂനോൺ. ബെൻസോക്യൂനോൺസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നന്നായി ശ്രദ്ധിക്കണം, നന്നായി പഠിക്കണം. ബെൻസോക്യൂനോൺ കേട്ടോ. യെസ്, ഫിനോളിനെ നമ്മൾ ക്രോമിക് ആസിഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേരെന്താ? ബെൻസോക്യൂനോൺ. അടുത്തത്, ഹൗ വിൽ യു പ്രിപ്പയർ പ്രൊപ്പൻ-2-ഓൾ യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജന്റ്? മക്കളെ, ഇത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ടതായിട്ടുണ്ട്. എന്താ? ഫോർമാൽഡിഹൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് പ്രൈമറി ആൽക്കഹോൾ. ഓർമ്മയിലുണ്ടാവണം. ഫോർമാൽഡിഹൈഡ് അല്ലാത്ത വേറെ ഏത് ആൽഡിഹൈഡും അതർ ആൽഡിഹൈഡ് എന്ന് കൊടുക്കാം. അതർ ആൽഡിഹൈഡ് ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോൾ. ആൽഡിഹൈഡിന് പകരം കീറ്റോണിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്താൽ ടെർഷ്യറി ആൽക്കഹോൾസാ കിട്ടുക. എന്താണ് മക്കളെ കിട്ടുക? ടെർഷ്യറി ആൽക്കഹോൾസാ കിട്ടുക. ഓക്കെ, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിക്കണേ, ഇവിടെ ചോദിച്ചത് പ്രൊപ്പൻ-2-ഓൾ എങ്ങനെയാണ് ഉണ്ടാക്കുക. പ്രൊപ്പൻ-2-ഓൾ ഇസ് എ സെക്കൻഡറി ആൽക്കഹോൾ. സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഫോർമാൽഡിഹൈഡ് അല്ലാത്തൊരു ആൽഡിഹൈഡ്, പ്രൊപ്പൻ-2-ഓൾ ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ അസറ്റാൽഡിഹൈഡാണ് ഉപയോഗിക്കുക. നോക്കൂ, അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CH3CHO ആണ്. ഇയാളെ പേരാണ് അസറ്റാൽഡിഹൈഡ്. മക്കളെ, അസറ്റാൽഡിഹൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്യുക, CH3MgCl-മായി ട്രീറ്റ് ചെയ്യുക. മക്കളെ, അങ്ങനെ ട്രീറ്റ് ചെയ്താൽ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോവും, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഈ ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യും, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പോൾ മക്കളെ, നെഗറ്റീവ് പോസിറ്റീവിൻ്റെ അടുത്തേക്ക് പോവും, പോസിറ്റീവ് നെഗറ്റീവിൻ്റെ അടുത്തേക്ക് പോവും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ CH3 ആദ്യം എഴുതാം. ഈ CH3 എങ്ങോട്ടാ പോയത്? ഈ കാർബണിലേക്ക്. ആ കാർബണിൻ്റെ കൂടെ ആരാ ഉള്ളത്? ഓൾറെഡി ഒരു CH3 ഉണ്ട്. ഓൾറെഡി ആരുണ്ട്? ഒരു CH3 ഉണ്ട്. ഓക്കെ, പിന്നെ ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് O ആയി. അതിലേക്ക് ആരാ വരിക? MgCl വന്നു. അതിനെ മക്കളെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെ ബോണ്ട് ബ്രേക്ക് ആവും, ഇവിടെ H വരും, ഇവിടെ OH വരും. ഓക്കെ, സോറി, ഈ കാർബണിൻ്റെ കൂടെ H ഇല്ലേ? ആ H ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ H വന്നാൽ എന്താണ് മക്കളെ പ്രോഡക്റ്റ്? CH3. ഇവിടെ എന്താ? CH ഉണ്ട്, മുകളിൽ എന്താ ഉള്ളത്? CH3 ഉണ്ട്, സിംഗിൾ ബോണ്ട് O ഉണ്ട്, അങ്ങോട്ടേക്ക് H വരും. ഇയാളെയാണ് പ്രൊപ്പൻ-2-ഓൾ എന്ന് വിളിക്കുക. പ്രൊപ്പൻ-2-ഓൾ എന്ന് വിളിക്കുക. എന്താ മക്കളെ വിളിക്കുക? ദാറ്റ് ഈസ് കോൾഡ് പ്രൊപ്പൻ-2-ഓൾ. ദാറ്റ് ഈസ് കോൾഡ് പ്രൊപ്പൻ-2-ഓൾ. പ്രൊപ്പൻ-2-ഓൾ. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊപ്പൻ-2-ഓൾ. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് മൂന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ, ഇതേ സെയിം സാധനം നമ്മൾ ആൽഡിഹൈഡിൽ വരുന്നുണ്ട് അല്ലേ? ആൽഡിഹൈഡിൽ കാർബോണൈൽ കോമ്പൗണ്ട്സിൻ്റെ റിയാക്ഷനിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ടതാണ്. 2 ചാപ്റ്ററിൽ നമുക്ക് ഉപകാരപ്പെടുന്ന സാധനമാണ്. അടുത്തത് മക്കളെ, വില്യംസൺ സിന്തസിസ് എന്താ? അതേപോലെ കോൾബ്സ് റിയാക്ഷൻ എന്താ? വില്യംസൺ സിന്തസിസ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. ആ ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ആൽക്കോക്സൈഡുമായി ട്രീറ്റ് ചെയ്യുക. എങ്ങനെ?
ഒരു ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ആൽക്കോക്സൈഡുമായി ട്രീറ്റ് ചെയ്യുക. മക്കളെ, അങ്ങനെ ട്രീറ്റ് ചെയ്താൽ ഈ ക്ലോറിൻ ഈ സോഡിയവുമായി കമ്പൈൻ ചെയ്ത് NaCl പുറത്തേക്ക് പോവും. ഇവിടെ എന്താ ബാക്കിയുള്ളത്? CH3O. അങ്ങോട്ടേക്ക് CH3 വരും. എന്താ പുറത്തു പോയത്? NaCl. ഇതാരാടാ? അതൊരു ഈത്തറാണ്. ഈ ഈത്തർ മെത്തോക്സിമീത്തൈൻ ആണ്, അല്ലെങ്കിൽ ഡൈമീത്തൈൽ ഈത്തർ ആണ്. ഇങ്ങനെ ഈത്തർ ഉണ്ടാക്കുന്ന ആ റിയാക്ഷന് വിളിക്കുന്ന പേരാണ് വില്യംസൺ സിന്തസിസ്. മറക്കരുതേ മക്കളെ. ആ വില്യംസൺ സിന്തസിസിൽ മക്കൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് ഫോളോ ചെയ്യുന്നത് SN2 മെക്കാനിസമാണ്. SN2 മെക്കാനിസമാണ്. SN2 മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ആൽക്കൈൽ ഹാലൈഡ് ഷുഡ് ബി പ്രൈമറി. നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടല്ലോ മക്കളെ, ആ ആൽക്കൈൽ ഹാലൈഡ് നിർബന്ധമായും എന്തായിരിക്കണം? പ്രൈമറി ആയിരിക്കണം എന്ന കാര്യം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇത് നിർബന്ധമായും എന്തായിരിക്കണം? പ്രൈമറി ആയിരിക്കണം എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ സർ, സെക്കൻഡറി തെർഷറി ആൽക്കൈൽ ഗ്രൂപ്പ് അടങ്ങിയ ഈത്തറിന് ഇതിലൂടെ ഉണ്ടാക്കാൻ കഴിയില്ലേ? ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ആ സെക്കൻഡറി ആൻഡ് തെർഷറി ആൽക്കൈൽ ഗ്രൂപ്പ് ഒക്കെ ആൽക്കോക്സൈഡിൻ്റെ ഭാഗത്ത് എടുക്കണം, ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഭാഗത്ത് എടുക്കാൻ പാടില്ല. ഒരു എക്സാമ്പിൾ, ഒരു തെർഷറി ആൽക്കൈൽ ഗ്രൂപ്പ് അടങ്ങിയ ഈത്തറിനെ വില്യംസൺ സിന്തസിലൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ കാണിച്ചു തരാം, നോക്കൂ. പക്ഷേ ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി തന്നെ എടുക്കണം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡറിയോ തെർഷറിയോ ഒക്കെ എടുക്കാം. ഇവിടെ ഞാൻ തെർഷറി എടുക്കുന്നത് നോക്ക്. ഇതെന്താ മക്കളെ? ഇതൊരു തെർഷറി ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇതിനെ ഞാൻ ആൽക്കോക്സൈഡ് ആക്കി മാറ്റുക, ONA. അങ്ങനെ ഇവരെ ട്രീറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ ക്ലോറിൻ ഈ സോഡിയവുമായി കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് പോവും, CH3 ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് തെർഷറി ആൽക്കൈൽ ഗ്രൂപ്പ് അടങ്ങിയ ഒരു ഈത്തറിനെ കിട്ടുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇവിടെ തെർഷറി ആൽക്കൈൽ ഗ്രൂപ്പ് അടങ്ങിയ ഈത്തർ ഉണ്ടായി. അപ്പോൾ അത് പോസിബിളാണ്. പക്ഷേ അത് ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഭാഗത്ത് എടുക്കാൻ പാടില്ല. അതെപ്പോഴും പ്രൈമറി തന്നെ ആയിരിക്കണം. ഇനി മക്കളെ, ബെൻസീൻ അടങ്ങിയ ഈ ഈത്തർ ഉണ്ടാക്കാൻ കഴിയുമോ? ഉണ്ടാക്കാൻ കഴിയും. അപ്പോഴും ബെൻസീൻ ആൽക്കോക്സൈഡിൻ്റെ ഭാഗത്ത് എടുക്കേണ്ടത്. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. നോക്കൂ നിങ്ങൾ, CH3Cl പ്ലസ് ഇവിടെ നിങ്ങൾ ബെൻസീൻ എടുക്കുക, ONA. ഓക്കെ, എന്താ സംഭവിക്കുക? സിമ്പിൾ സംഭവം. ഈ ക്ലോറിൻ ഈ സോഡിയവുമായി കമ്പൈൻ ചെയ്ത് സോഡിയം ക്ലോറൈഡ് പോവും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ബെൻസീന്, ഇവിടെ ഓക്സിജന്, അങ്ങോട്ടേക്ക് ആരാ വരിക? CH3. മക്കൾ, ഇയാളെ പേരെന്താ? മെത്തോക്സി ബെൻസീനാണ്. ഇതിനെ നമ്മൾ അനിസോൾ എന്ന് കോമൺ ആയി പറയും. എന്താ പറയാ? അനിസോൾ. അപ്പോൾ വില്യംസൺ സിന്തസിസ് എന്താണെന്ന് അറിയണം. തെർഷറി ആൽക്കൈൽ ഗ്രൂപ്പും സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പും ഒക്കെ അടങ്ങിയ ഈത്തറിനെ വില്യംസൺ സിന്തസിസ് വഴി എങ്ങനെ ഉണ്ടാക്കുക എന്നറിയണം. ബെൻസീൻ അടങ്ങിയ ഈത്തറിനെ വില്യംസൺ സിന്തസിസ് വഴി എങ്ങനെ ഉണ്ടാക്കുക എന്നറിയണം. ഇതൊക്കെ പല തവണകളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസാ. ഇവിടെ ആക്ച്വലി ജസ്റ്റ് എന്താ വില്യംസൺ സിന്തസിസേ ഉള്ളൂ. പക്ഷേ ഇത് 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, പഠിക്കണം. അടുത്ത് കോൾപ്സ് റിയാക്ഷൻ സിമ്പിളാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താ? ആദ്യം തന്നെ സോഡിയം ഫിനോക്സൈഡ് എടുക്കുക. ബെൻസീൻ്റെ മുകളിൽ ONA വന്നാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോഡിയം ഫിനോക്സൈഡ് എന്ന് പറയുക. എന്താണ് മക്കളെ പറയുക? സോഡിയം ഫിനോക്സൈഡ്. ആ സോഡിയം ഫിനോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡുമായിട്ട് 400 കെൽവിനിലും 4 to 7 atm പ്രഷറിലും ട്രീറ്റ് ചെയ്താൽ സാലിസിലിക് ആസിഡിൻ്റെ സോഡിയം സാൾട്ട് കിട്ടും. എന്താണ് മക്കളെ കിട്ടുക? സാലിസിലിക് ആസിഡിൻ്റെ സോഡിയം സാൾട്ട്. അതിനെ നമ്മൾ ആസിഡിഫൈ ചെയ്താൽ അവിടെ സാലിസിലിക് ആസിഡ് ഉണ്ടാവും, NaCl പുറത്തേക്ക് പോവും, H ഓക്സിജൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ എന്താ മക്കളെ കിട്ടുക? ഇവിടെ OH ആയി, ഇവിടെ COOH ആയി. ഇതിനെയാണ് സാലിസിലിക് ആസിഡ് എന്ന് പറയുക. എന്താണ് മക്കളെ പറയുക? സാലിസിലിക് ആസിഡ് എന്ന് പറയുക. ഇങ്ങനെ സാലിസിലിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾപ്സ് റിയാക്ഷൻ. എന്താണ് മക്കളെ വിളിക്കുക? ദിസ് ഈസ് കോൾഡ് കോൾപ്സ് റിയാക്ഷൻ. മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് കോൾപ്സ് റിയാക്ഷൻ. അടുത്തത് ഫിനോൾ എങ്ങനെയാ ഫിനോളിനെ നമ്മൾ ഇൻഡസ്ട്രിയിൽ പ്രിപ്പയർ ചെയ്യുക? അത് ക്യുമീനിൽ നിന്നാണ്. എന്താ ക്യുമീൻ എന്ന് പറഞ്ഞാൽ? CH3. എടാ മക്കളെ, ഇതാണ് ക്യുമീൻ. ക്യുമീൻ എന്ന് പറഞ്ഞാൽ ഐസോപ്രൊപ്പൈൽ ബെൻസീന. ഇതാരാള്?
ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ഐസോപ്രൊപ്പൈൽ ബെൻസീനെയാണ് ക്യുമീൻ എന്ന് പറയുക. മക്കളെ ഈ ക്യുമീൻ എന്താ സംഭവിക്കുക എന്നറിയോ? ഈ ക്യുമീന് എയർ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുക. മക്കളെ ക്യുമീൻ എയർ ഓക്സിഡേഷൻ സംഭവിച്ചാൽ ഈ കാർബണിലേക്ക് 2 ഓക്സിജൻ വരും. അപ്പോൾ CH3 നോക്കണേടാ, ഈ കാർബണിലേക്ക് 2 ഓക്സിജൻ വന്നു. ആ കാർബണിൽ ഒരു H ഇല്ലേ, അത് അവിടെ കൊടുക്കുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് എന്നാണ്. ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് എന്നാണ്. എന്താടാ വിളിക്കുക? ഇതിനെ നമ്മൾ ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് എന്നാ വിളിക്കുക. എന്താടാ വിളിക്കുക? ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ്. മക്കളെ ആ ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡിനെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുക. എങ്ങനെ? ആ ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡിനെ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായി ട്രീറ്റ് ചെയ്യുക. അപ്പം എന്താ സംഭവിക്കുക എന്നറിയോ? ഇവിടെ OOHലുള്ള OH ബെൻസീൻ്റെ മുകളിലേക്ക് വരും. എന്നിട്ടോ ഈ CH3CO മറ്റൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അതാണ് സംഭവിക്കുക. അപ്പോൾ ബെൻസീനിൻ്റെ മുകളിലേക്ക് OH വന്നാൽ വാട്ട് വി വിൽ ഗെറ്റ് ഫീനോൾ. നമുക്ക് ഫീനോൾ കിട്ടും. അതേപോലെ തന്നെ ബൈ പ്രൊഡക്റ്റ് CH3COCH3 ഇയാളുടെ പേര് അസറ്റോൺ എന്നാണ്. അതായത് ഫിനോളിനെ പോലെ തന്നെ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൈ പ്രൊഡക്റ്റാണ് അവിടെ ഉണ്ടായത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇൻഡസ്ട്രീസിൽ നമ്മൾ ക്യുമീനിൽ നിന്ന് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനോൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് മക്കളെ, ഫിനോളിനെ ബ്രോമിൻ വാട്ടറുമായി ട്രീറ്റ് ചെയ്താൽ 2,4,6 ട്രൈബ്രോമോഫിനോൾ ഉണ്ടാവുമെന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ സിങ്ക് ഡസ്റ്റുമായി ട്രീറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇത് പ്രധാനപ്പെട്ടതാണ്. ഫിനോളിനെ സിങ്ക് ഡസ്റ്റുമായി നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഈ സിങ്ക് വന്ന് ഓക്സിജനെ കൊണ്ടുപോയാൽ സിങ്ക് ഓക്സൈഡ് ഉണ്ടാവും. ഇവിടെയുള്ള H ഇല്ലേ, അത് ആ കാർബണിൽ അങ്ങിരിക്കും. അപ്പം നമുക്ക് എന്താ കിട്ടുക? അപ്പം നമുക്ക് ബെൻസീനാ കിട്ടുക. മക്കളെ നമുക്ക് എന്താ കിട്ടുക? ബെൻസീനാ കിട്ടുക. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലടാ അത്. അതൊക്കെ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. നമ്മളത് പ്രാക്ടീസ് ചെയ്തു പോകണം, എന്നാലേ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. ഇനി ഫിനോൾ അസിഡിക് ആണ്. മക്കളെ ഫിനോൾ അസിഡിക് ആവാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഇതാണല്ലോ ഫിനോൾ. മക്കളെ ഈ ഫിനോൾ അസിഡിക് ആണെന്ന് പറഞ്ഞാൽ അയാൾ H+ വിട്ടുകൊടുക്കുന്നുണ്ട്. ആ H+ വിട്ടുകൊടുത്താൽ പിന്നെ ഉണ്ടാവുന്ന സാധനം എന്താ? പിന്നെ ഉണ്ടാവുന്ന സാധനം ഫിനോക്സൈഡ് അയോൺ ആണ്. എന്തയോണാണ്? 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഫിനോക്സൈഡ് അയോൺ. ആ ഫിനോക്സൈഡ് അയോണിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഫിനോക്സൈഡ് അയോൺ ഫിനോളിനേക്കാളും സ്റ്റേബിളാണ്. കാരണം ഫിനോക്സൈഡ് അയോൺ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. എങ്ങനെ? സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. അതായത് റെസൊണൻസ് വഴി ആര് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫിനോക്സൈഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫിനോളിനേക്കാളും അയാൾ സ്റ്റേബിൾ ആവുന്നത്. H+ വിട്ടുകൊടുത്താൽ സ്റ്റെബിലിറ്റി കൂടാണെങ്കിൽ H+നെ വിട്ടുകൊടുക്കാനല്ലേ ശ്രമിക്കുക? ആസിഡായിട്ട് മാറാനല്ലേ ശ്രമിക്കുക? തീർച്ചയായും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. അതായത് ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷൻ ആണ്. എങ്ങനെന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു പ്രൊപ്പീൻ എടുക്കുക. ഇതിനെ നമ്മൾ എന്താ പറയുക? BH3യുമായി ട്രീറ്റ് ചെയ്യുക. ശരിക്ക് ഡൈബോറൈനുമായി ട്രീറ്റ് ചെയ്യുക എന്നാ പറയുക. ഡൈബോറൈൻ എന്ന് പറഞ്ഞാൽ B2H6 ആണ്. B2H6 എന്ന് പറഞ്ഞാൽ 2 BH3കൾ ചേർന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ BH3 എന്ന് എഴുതുന്നത് കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. എങ്ങനെ പറയാമെന്നറിയോ? ഇവിടുന്ന് ഒരു H എന്ത് ചെയ്യും? ഈ കാർബണിലേക്ക് പോകും. അപ്പോൾ ഇത് CH3 CH2 ആയിട്ട് മാറും. ഓക്കെ, അതായത് എങ്ങനെയായിട്ട് മാറും? CH3 CH2 സിംഗിൾ ബോണ്ട് CH2. അതായത് ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഈ കാർബണിലേക്കാണ് വന്നത്. അപ്പോൾ CH ഉള്ളത് CH2 ആയി, ഡബിൾ സിംഗിൾ ആയപ്പോൾ എന്താ സംഭവിച്ചത്? ഡബിൾ സിംഗിൾ ആയപ്പോൾ ഈ കാർബണിൻ്റെ പ്രശ്നമല്ല, കാരണം H കിട്ടിയിട്ടുണ്ട്. ഈ കാർബണിന് ഒരു വാലൻസി കുറഞ്ഞു അല്ലേ? അറ്റ് ദ സെയിം ടൈം ബോറോണിന് ഒരു വാലൻസി കുറഞ്ഞു. കാരണം എന്താ? ബോറോണിൻ്റെ ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ബോറോണിനും ഈ കാർബണിനും വാലൻസി കുറഞ്ഞു. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ എന്താ ചെയ്യുക?
അവർ പരസ്പരം ബോണ്ട് ഉണ്ടാക്കുക. ഈ കാർബൺ നേരെ ആരുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും? ഈ BH2 ബോണ്ട് ഉണ്ടാക്കും. BH3 അല്ല കേട്ടോ, BH3 അല്ല കേട്ടോ, BH2 ബോണ്ട് ഉണ്ടാക്കും. ആരുമായിട്ട്? BH2 ബോണ്ട് ഉണ്ടാക്കും. ഇനി അടുത്ത സ്റ്റെപ്പിലോ എഗെയിൻ പ്രൊപ്പീനുമായി ട്രീറ്റ് ചെയ്യാം. ഇനി എളുപ്പമാണ് മക്കൾ, ഇനി എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇവിടെ ഉള്ളൊരു H ഈ കാർബണിലേക്ക് പോകും. അപ്പോൾ അത് വീണ്ടും CH3 CH2 CH2 ആവും. ആ കാർബണിന് വീണ്ടും ബോണ്ട് കുറയും. അപ്പോൾ അത് നേരെ ഈ ബോറോണുമായിട്ട് കമ്പൈൻ ചെയ്താൽ മതി. അത് കമ്പൈൻ ചെയ്യാൻ എളുപ്പമാണ്. ഓൾറെഡി ഒരു പ്രൊപ്പൈൽ ലൂപ്പ് ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ട്വൈസ് നാക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയോടാ? നമുക്ക് CH3 CH2 CH2 ആ പ്രൊപ്പൈലും കൂടെ അങ്ങോട്ട് വരുമ്പോൾ ട്വൈസ് ആവും. ഈ BH2 എന്നുള്ളത് BH ആയിട്ട് മാറും. കാരണം എന്താ? ഒരു H ഇങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. ഇനി എഗെയിൻ ഒരു പ്രൊപ്പീനുമായി ട്രീറ്റ് ചെയ്യുക. CH3 CH ഡബിൾ ബോണ്ട് CH2 സെയിം സംഭവം സംഭവിക്കും. ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും, പ്രൊപ്പൈൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ട്വൈസ് ഉള്ളത് ത്രൈസ് ആവും. CH3 CH2 CH2 ത്രൈസ് ബോറോൺ. ഓക്കെ, ഇനി മക്കളൊന്ന് ശ്രദ്ധിക്കണേടാ. ഹൈഡ്രജൻ പെറോക്സൈഡ്, 3 ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുക. ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ 2 OHകളാണ്. 3 ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ 3 OH പ്ലസ് 3 OH ആണ്. അപ്പോൾ മക്കളെ ഇങ്ങോട്ടേക്ക് 3 OH, ഇങ്ങോട്ടേക്ക് 3 OH. അപ്പോൾ മക്കളെ എന്താ പ്രോഡക്റ്റ് വരിക എന്നറിയോ നിങ്ങൾക്ക്? 3 പ്രൊപ്പൈൽ CH3 CH2 CH2 അങ്ങോട്ടേക്ക് OH വരും. സോ ദിസ് ഈസ് ദ പ്രോഡക്റ്റ് ഈസ് പ്രൊപ്പനോൾ അഥവാ പ്രൊപ്പൻവണ്ണോൾ അഥവാ ഒരു പ്രൈമറി ആൽക്കഹോളാണ്. ബൈ പ്രോഡക്റ്റ് ബോറോണിൻ്റെ കൂടെ 3 OH വന്നാൽ BOH ത്രൈസ്. എന്താണ് ആ പ്രോഡക്റ്റ്? BOH ത്രൈസ്. ഇത് 3 ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്. ഇത് പ്രൊപ്പനോൾ ആൽക്കഹോളാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇവർ പരസ്പരം റിയാക്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊപ്പൈൽ BH2 വരും. എഗെയിൻ പ്രൊപ്പീൻ ആഡ് ചെയ്യുമ്പോൾ ഇത് ട്വൈസ് ആക്കുക, ഹൈഡ്രജൻ ഒന്ന് കുറച്ചു. വീണ്ടും പ്രൊപ്പീൻ ആഡ് ചെയ്യുമ്പോൾ ഈ ട്വൈസ് ത്രൈസ് ആക്കുക, ഹൈഡ്രജൻ വീണ്ടും കുറയ്ക്കുക. ഇതിന് ഹൈഡ്രജൻ പെറോക്സൈഡുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ഓക്കെ, ഇതാണ് ഐഡിയ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി പഠിച്ചേ പറ്റൂ എന്നുള്ളതാണ് കേട്ടോ. ചില റിയാക്ഷൻസ് കുറച്ച് സമയം എടുക്കും, അത് നമ്മൾ മാറ്റി വെച്ചേ പറ്റൂ. എന്തിനാ? ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഇത് സാലിസിലാൽഡിഹൈഡാണ്. സാലിസിലാൽഡിഹൈഡ് കിട്ടണമെങ്കിൽ റീമർ ടീമാൻ റിയാക്ഷൻ നടത്തണം, അഥവാ ഫിനോൾ എടുത്ത് റിയാക്ഷൻ നടത്തണം. നമുക്കറിയാം ഫിനോളിനെ ബെൻസീൻ റിംഗ് ആക്കി മാറ്റാൻ സിങ്ക് ഡസ്റ്റുമായി ഹീറ്റ് ചെയ്താൽ മതി. ഫിനോളിനെ 2,4,6 ട്രൈ നൈട്രോ ഫിനോൾ ആക്കാൻ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ മതി. നമുക്കറിയുന്നതാണ്. എത്തനോളും മെത്തോക്സി മീത്തേനും ഒരേ ഫങ്ഷണൽ ഐസോമേഴ്സാണ്. പക്ഷേ എത്തനോളിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. കാര്യം എന്താ? അവിടെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, മറ്റോടത്ത് അതില്ല. അതാണ് റീസൺ, നമുക്കറിയാം. ഇനി എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എസ്റ്റർ ഉണ്ടാവുന്ന പ്രോസസ്സാണ്. എസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാവുക? എസ്റ്റർ ഉണ്ടാവാൻ നമ്മൾ ആദ്യം തന്നെ ആസിഡുമായി ട്രീറ്റ് ചെയ്തു. ആസിഡിനെ ഒരു ആൽക്കഹോളുമായിട്ട് C2H5OH ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ മക്കളെ? അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ OHും ഈ Hഉം കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോവും. ഇനിയോ നോക്കൂ നിങ്ങൾ, ഇവിടെ ആരാളെ? CH3CO. അങ്ങോട്ടേക്ക് ആരാ വരിക? C2H5. ഇതിനെ നമ്മൾ ഈത്തൈൽ അസറ്റേറ്റ് എന്നാ പറയുക. ഈത്തൈൽ അസറ്റേറ്റ് ആരാടാ മക്കളെ? ഈത്തൈൽ അസറ്റേറ്റ് ഒരു എസ്റ്റർ ആണ്. ഈത്തൈൽ അസറ്റേറ്റ് ആരാ? ഈത്തൈൽ അസറ്റേറ്റ് ഒരു എസ്റ്റർ ആണ്. എസ്റ്റർ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് എസ്റ്ററിഫിക്കേഷൻ. എസ്റ്റർ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? ദാറ്റ് ഈസ് എസ്റ്ററിഫിക്കേഷൻ. ഓക്കെ, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് എത്തനോളിനെ എത്തനാളാക്കുക എന്ന് പറഞ്ഞാൽ പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഓക്സിഡേഷൻ. അത് നിങ്ങൾക്ക് എന്താ പറയുക? PCC ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓക്സിഡൈസ് ചെയ്യാം. ഫിനോളിനെ പിക്രിക് ആസിഡ് ആക്കി മാറ്റാൻ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് നൈട്രേഷൻ നടത്തിയാൽ മതി. ഫിനോളിനെ ബെൻസീൻ ആക്കാൻ സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്ത് ചൂടാക്കിയാൽ മതി. ഫിനോളിനെ ട്രൈബ്രോമോഫിനോൾ ആക്കി മാറ്റാൻ ട്രൈബ്രോമോഫിനോളാക്കി മാറ്റാൻ ബ്രോമിനേഷൻ ഏത് മീഡിയത്തിൽ? വാട്ടർ മീഡിയത്തിൽ, അഥവാ ബ്രോമിൻ വാട്ടറുമായി ട്രീറ്റ് ചെയ്താൽ മതി. സിമ്പിൾ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓരോ ക്വസ്റ്റ്യനും കൃത്യമായി മനസ്സിലാക്കുക.
പലതും ഓൾറെഡി മക്കൾക്ക് അറിയുന്നതായിരിക്കും. അതൊക്കെ റിവൈസ് ചെയ്യുക. ഏതെങ്കിലും അറിയാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ടിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് ഇരുന്ന് എന്ത് ചെയ്യുക, വായിച്ച് പഠിക്കുക. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറല്ലേ നമ്മളിപ്പോൾ ഈ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ആ അരമണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കിട്ടുകയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. എല്ലാ ചാപ്റ്ററും ഓൾമോസ്റ്റ് അരമണിക്കൂർ തന്നെയാണ് ഉണ്ടാവുക. 10 ചാപ്റ്ററാണ് ഉള്ളത്. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് 10 ചാപ്റ്ററിലുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് നിങ്ങൾ ഇരുന്ന് പഠിച്ച് റിവൈസ് ചെയ്യുക. ടെൻഷനൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. ഇനിയുള്ള സമയം മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് മാക്സിമം റിവിഷൻ നടത്തി ഡൗട്ടുകളൊക്കെ ചോദിച്ച് അടിപൊളിയായി പോയാൽ നമുക്ക് A+ലേക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ കഴിയും. ഒരു സംശയവും ഇല്ല. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.